പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ രാജാവും മഹാപുരോഹിതനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നിസ്തുല്യ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗമായ കുഞ്ഞാട് മുതിര പൊട്ടിക്കുന്നു എന്ന വിഷയം നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ 3 മുദ്രകളെക്കുറിച്ച് നാം കണ്ടു. 1-ാം മുദ്രയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും അധികാരവും രാജ്യത്വവും പ്രാപിച്ച ക്രിസ്തു തൻ്റെ ശരീരയാഗത്താൽ താൻ തുടങ്ങിവെച്ച ദൈവിക രക്ഷാപദ്ധതികൾ നടപ്പാക്കുന്നു. തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഭൂമിയിൽ എല്ലായിടത്തും അനേകര് സാത്താൻ്റെ അധീനതയിൽ നിന്നും വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുന്നു. 2-ാം മുദ്രയോടുള്ള ബന്ധത്തിൽ ക്രിസ്തു തൻ്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ശത്രുവായ പിശാചിൻ്റെ പ്രവർത്തനവും ശക്തമാക്കുന്നു. ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുകയും അനേകര് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി ഭൂമിയിൽ അസമാധാനവും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുന്നു. 3-ാം മുദ്രയോടുള്ള ബന്ധത്തിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം മൂലം മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കണ്ടു. ഇന്ന് നമുക്ക് 4-ാം മുദ്ര മുതൽ പഠിക്കാൻ ആരംഭിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. 7 വാക്യങ്ങൾ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കുഞ്ഞാട് 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗീയ ജീവികളിൽ ഒന്നിൻ്റെ ഇടപെടൽ എവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ കാണുന്നത് മഞ്ഞ നിറമുള്ള ഒരു കുതിരയാണ്. മഞ്ഞ കുതിരയ്ക്ക് ഇംഗ്ലീഷിൽ എ പെയിൽ ഹോഴ്സ് അല്ലെങ്കിൽ വിളറിയ നിറമുള്ള കുതിര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ശവത്തിൻ്റെ നിറം എന്ന് പറയാം. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. കുതിരക്കാരൻ്റെ പേരും കുതിരയുടെ നിറവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശവത്തിൻ്റെ നിറമുള്ള കുതിരയുടെ പുറത്ത് മരണമെന്ന് പേരുള്ളവൻ ഇരിക്കുന്നു. പാതാളം അവനെ പിന്തുടർന്നു. പാതാളം എന്തിനായിരിക്കും മരണത്തെ പിന്തുടരുന്നത്? മരണം ശവമാക്കുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന മനുഷ്യരുടെ ആത്മാക്കളെ ശേഖരിക്കുന്നതിന് വേണ്ടി. മരണത്തെയും പാതാളത്തെയും ഒന്നിച്ചാണ് തിരുവചനത്തിൽ മിക്കപ്പോഴും കാണുന്നത്. ഹോശേയ 13:14 ഇങ്ങനെ കാണുന്നു: ഞാനവരെ പാതാളത്തിൻ്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. പുതിയ നിയമത്തിൽ നിന്നും ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ലൂക്കോസ് 16:23. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇവിടെയെല്ലാം മരണവും പാതാളവും ഒന്നിച്ചു തന്നെയാണ് കാണുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അധികാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യരെ കൊന്നുകളയുന്നതിനുള്ള അധികാരം. മുഴുവൻ മനുഷ്യരെയല്ല, പരിധി വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലംശം, 4-ൽ ഒരംശം. ഇത് ആശ്ചര്യമായി എടുക്കേണ്ടതല്ല, ഒരു ചെറിയ ഭാഗം എന്ന് മനസ്സിലാക്കിയാൽ മതി. മനുഷ്യരെ എങ്ങനെ കൊല്ലുവാനുള്ള അധികാരമാണ് അവർക്ക് നൽകിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാനുള്ള അധികാരം. ഇവിടെ വാളിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം റോഫായ എന്നാണെന്നും അത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാളാണെന്നും 2-ാം മുദ്രയെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. 2-ാം മുദ്രയോടുള്ള ബന്ധത്തിൽ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവൻ ലഭിച്ച വാളിന് മക്കൈറ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അത് യാഗത്തിന് ഉപയോഗിക്കുന്ന കത്തിയാണെന്നും നാം കണ്ടു. അതുകൊണ്ട് 2-ാം മുദ്രയിലെ വാൾ യുദ്ധത്തെ അല്ല, ക്രിസ്തു വിശ്വാസികൾ കൊല്ലപ്പെടുന്നതിനെ അല്ലെങ്കിൽ അറക്കപ്പെടുന്നതിനെ കാണിക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഇവിടെ ഈ 4-ാം മുദ്രയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാൾ റോഫായ യുദ്ധത്തെ കുറിക്കുന്നുവെന്നും യുദ്ധം മൂലം അനേകർ കൊല്ലപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം കൊണ്ട് മനുഷ്യരെ കൊന്നുകളയുന്നതിനുള്ള അധികാരം.
രണ്ടാമത്തെ, ക്ഷാമം കൊണ്ട് മനുഷ്യരെ കൊന്നുകളയുന്നതിനുള്ള അധികാരം. ക്ഷാമം മൂലം അനേകർ ഭൂമിയിൽ മരണപ്പെടുന്നത് നമുക്കറിയാം. മൂന്നാമത്തേത്, മഹാവ്യാധി കൊണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെ നാം ഇത് കണ്ടതാണ്. COVID-19 എന്ന മഹാവ്യാധി കൊണ്ട് ലോകവ്യാപകമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണത്തിനിരയായത്. നാലാമത്തേത്, കാട്ടുമൃഗങ്ങളെ കൊണ്ട്. ഇതും അടുത്ത കാലത്തായി നാം ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം മഞ്ഞക്കുതിരയുടെയും അതിന്റെ പുറത്തിരിക്കുന്നവന്റെയും പ്രവർത്തന ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തതെന്നും അതിന്റെ പരിസമാപ്തി എന്താണെന്നും നമുക്ക് നോക്കാം. വെളിപ്പാട് 1:18 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവർക്ക് ഈ അധികാരം നൽകിയിരിക്കുന്നത്. ലോകത്തെ സംബന്ധിച്ച ദൈവിക പദ്ധതികൾ ഓരോന്നോരോന്നായി താൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന് കാണുന്നു. വെളിപ്പാട് 20:13-14 വാക്യങ്ങളിൽ നമുക്കത് കാണാം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിയിൽ കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇനി ഈ 4-ാം മുദ്രയിൽ യുദ്ധം കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെ കൊന്നുകളയുന്നത് എന്താണെന്ന് ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ. വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി ഇവയൊക്കെയും ദൈവത്തിന്റെ ന്യായവിധിയാണെന്ന് വ്യക്തമായും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതും മറ്റു മുദ്രകൾ നമ്മൾ കണ്ടതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തോ സമയത്തോ കർത്താവ് വായിക്കുന്നതല്ല. യേശുക്രിസ്തു പിതാവിൽ നിന്നും അധികാരം പ്രാപിച്ച് ഭൂമിയിൽ തന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ അവന്റെ 2ാം വരവ് വരെ ദൈവപദ്ധതി പ്രകാരം ഭൂമിയിൽ എവിടെയും ഏത് കാലത്തും അയക്കപ്പെടുന്ന ന്യായവിധികളാണിത്. 9-ാം വാക്യം, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവദിന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. കഴിഞ്ഞ 4 മുദ്രകളിൽ നാം കണ്ടതുപോലെ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗീയ ജീവന്റെ ഇടപെടൽ നാം കാണുന്നില്ല. യോഹന്നാൻ തന്റെ ദർശനത്തിൽ കുറെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കാണുന്നു. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചതിന്റെ പേരിൽ, ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ, രക്തസാക്ഷികളായ ക്രിസ്തീയ വിശ്വാസികളുടെ ആത്മാക്കൾ. 2-ാം മുദ്രയിൽ ചുവന്ന കുതിരപ്പുത്തിരിക്കുന്നവന്റെ പ്രവർത്തന ഫലമായി അനേക ക്രിസ്തു വിശ്വാസികൾ രക്തസാക്ഷികളായി മരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അപ്പസ്തോലൻ ക്രിസ്തുവിനു വേണ്ടി അറക്കപ്പെട്ട അവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കാണുകയാണ്. ഈ ആത്മാക്കളെ സംബന്ധിച്ച് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് ക്രിസ്തീയ വിശ്വാസികളുടേതല്ല, മറിച്ച് മഹോന്നത കാലത്ത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെടുന്ന യഹൂദന്മാരുടെ ആത്മാക്കളാണെന്നാണ്. അവർ എന്തിനു പറയുന്ന കാരണങ്ങൾ: ഒന്നാമത്തേത്, ക്രിസ്തീയ രക്തസാക്ഷികൾ ഇതിനു മുമ്പേ സഭയോടുകൂടി എടുക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം മുതൽ സഭ സ്വർഗത്തിലാണെന്നുള്ള ഉപദേശം തെറ്റാണെന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. രണ്ടാമതായി അവർ പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന കാലയളവിലെ രക്തസാക്ഷികളാണ് ഇവിടെ ഈ 5-ാം മുദ്രയിൽ കാണുന്നതെന്നാണ്. മത്തായി 24 പറയുന്ന രാജ്യത്തിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമല്ല എന്നും സഭാ കാലയളവിന് ശേഷം പ്രസംഗിക്കപ്പെടുന്നതാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്നുമാണ് അവരുടെ വാദം. മത്തായി 24:14 നമുക്കൊന്ന് പരിശോധിക്കാം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ സുവിശേഷം അന്ന് കർത്താവും അപ്പോസ്തലന്മാരും പ്രസംഗിച്ച സുവിശേഷം. സഭാ കാലഘട്ടത്തിന് ശേഷമാണോ കർത്താവും അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്? ഇനി കൃപയുടെ സുവിശേഷം പ്രസംഗിച്ച പൗലോസ് അപ്പോസ്തലൻ രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിച്ചതെന്ന് താൻ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ചില വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19:8 വാക്യം,
പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. പ്രവൃത്തികൾ 20-24-25 വാക്യങ്ങൾ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളെ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. പ്രവൃത്തികൾ 28-23-30 വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. 30 വാക്യം. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. ഈ വാക്യങ്ങളിലെല്ലാം അപ്പോസ്തലൻ പ്രസംഗിച്ചത് ദൈവരാജ്യമാണെന്നും ദൈവരാജ്യത്തെക്കുറിച്ചാണെന്നും വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ഈ കൃപായുഗത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് ഈ രാജ്യമല്ലേ? മൂന്നാമതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് 10 വാക്യമാണ്. 10 വാക്യം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്ക നിലവിളിച്ചു. ഈ നിലവിളി പ്രതികാരത്തിന് വേണ്ടിയുള്ളതാണെന്നും ക്രിസ്തീയ വിശ്വാസികളായ രക്തസാക്ഷികളായിരുന്നുവെങ്കിൽ അവർ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കാതെ തങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നുമാണ് അവരുടെ അഭിപ്രായം. മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെട്ടാൽ യഹൂദിന് ക്രിസ്തുവിന്റെ സ്വഭാവം കാണില്ല എന്നായിരിക്കും. യഹൂദിനെ പീഡിപ്പിച്ച് രക്ഷിക്കപ്പെടുത്തുന്ന പദ്ധതി ദൈവജനത്തിലുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. അവർ നിലവിളിച്ച് ചോദിക്കുന്നത് എന്താണെന്ന് 10 വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്ക് വ്യക്തമാകും. ഞാൻ വായിക്കാം. ആൻഡ് ദേ ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ് സെയിങ്, ഹൗ ലോങ്, ഓ ലോർഡ്, holy and true, thou not judge and avenge our blood on them that dwell on the earth. തങ്ങളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തവരെ ന്യായം വിധിക്കുവാനും അവരോട് പ്രതികാരം ചെയ്യുവാനും ഇനി എത്രത്തോളം സമയമുണ്ടെന്നാണ് അവർ നിലവിളിച്ച് ചോദിക്കുന്നത്. അല്ലാതെ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയല്ലായിരുന്നു. ദൈവം അവരെ ന്യായം വിധിക്കുകയും പ്രതികാരം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എത്ര സമയമുണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് 11 വാക്യം. 11 വാക്യം. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുമ്പോഴും അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർ കരുളപ്പാടുണ്ടായി. വെള്ള നിലയെങ്കി നിഷ്പാപാവസ്ഥയിലുള്ള പുനരുത്ഥാന ശരീരത്തെ കാണിക്കുന്നുവെന്ന് വെളിപ്പാട് 3:5, 4:4 ഭാഗങ്ങളിൽ നാം പഠിച്ചു. അവരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുമ്പ് അവർക്കുള്ള പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് പുനരുത്ഥാന ശരീരം നൽകി. ആത്മാവായിരുന്ന അവസ്ഥയിൽ നിന്നും ശരീരമുള്ള അവസ്ഥയിലേക്ക് മാറ്റി വെള്ള നിലയെങ്കിയാണ് അവർക്ക് നൽകിയത്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ധരിച്ചിരുന്ന വസ്ത്രം പോലെ. നിലയെങ്കി രാജാക്കന്മാരും പുരോഹിതന്മാരും ധരിക്കുന്ന വസ്ത്രമാണെന്ന് നേരത്തെ നാം കണ്ടതാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഈ വാക്യത്തിന് സമാനമായ ഒരു ഭാഗം നാം കാണുന്നുണ്ട്. വെളിപ്പാട് 20:4 വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ഇവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഇവിടെ അപ്പോസ്തലൻ കാണുന്ന അതേ സംഭവമാണ് 20-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. ഇനി യാഗപീഠത്തിന് കീഴിൽ കണ്ട രക്തസാക്ഷിയുടെ ആത്മാക്കൾക്കുള്ള മറുപടി. അവരെ പോലെ
കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തിരിയുമ്പോഴും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇനി അനേകർ ദൈവവചന നിമിത്തവും ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം കൊല്ലപ്പെടുവാനുണ്ട്. അവരെല്ലാവരും ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ അവരെ പീഡിപ്പിച്ച, അവരെ കൊന്നുകളഞ്ഞ ദുഷ്ടജനത്തെ ദൈവം ന്യായം വിധിച്ച് അവരോട് പ്രതികാരം ചെയ്യും. അതുവരെ സ്വസ്ഥമായി ഇരിപ്പാനാണ് അവർക്ക് അരുളപ്പാട് ലഭിച്ചത്. യാഗപീഠത്തിൻ കീഴിൽ അപ്പസ്തോലൻ കണ്ട രക്തസാക്ഷികളുടെ ആത്മാക്കൾ മഹോപദ്ര കാലത്ത് രക്ഷിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച യഹൂദന്മാരുടെ ആത്മാക്കളാണെന്ന് പറയുവാൻ നാലാമതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് യാഗപീഠവുമായി ബന്ധമില്ലെന്നും ക്രിസ്തീയ വിശ്വാസികൾ മരിച്ചാൽ അവർ ക്രിസ്തുവിനോടുകൂടെയാണ് എന്നുമാണ്. ഒരു വാക്യം വായിച്ചിട്ട് ഈ വാദം ശരിയോ തെറ്റോ എന്ന് നമുക്ക് തീരുമാനിക്കാം. എബ്രായർ 13:10 കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. സ്വർഗത്തിൽ കാണുന്ന യാഗപീഠം കഷ്ടമനുഭവിച്ചു മരിച്ച ക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. ഒരു ക്രിസ്തീയ വിശ്വാസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ യാഗപീഠത്തോടാണ്. ഇതിന്റെ കീഴിലാണ് അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യോഹന്നാൻ കാണുന്നത്. 12-ാം വാക്യം, 6 മുതൽ പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പണം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. കുഞ്ഞാട് 6 മുതൽ പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടാകുന്നു. ഈ ഭാഗത്തിന് സമാന്തരമായ ചില വചനങ്ങൾ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. വെളിപ്പാട് 11:12-13 വാക്യങ്ങൾ. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. വെളിപ്പാട് 16:17-18 വാക്യങ്ങൾ. 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നുവെന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ എത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനും ലോകാവസാനത്തിന് മുന്നോടിയായി സംഭവിക്കുന്നതാണ് ഈ മഹാഭൂകമ്പമെന്ന് വളരെ വ്യക്തമാണ്. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ എത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നും വന്ന് സംഭവിച്ചു തീർന്നു എന്ന മഹാശബ്ദവും. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. യോവേൽ 2:31 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. 13-14 വാക്യങ്ങളുടെ ഞാൻ വായിക്കാം. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊട്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചൊരു ചുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. അത്യവൃക്ഷം കാറ്റത്തൊലഞ്ഞ് കായ് ഉതിർന്നു വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് പറഞ്ഞിരിക്കുന്നത് ആശ്ചര്യമായി മനസ്സിലാക്കാവുന്നതല്ല. ഭൂമിയേക്കാൾ പലമടങ്ങ് വലിപ്പമുള്ള നക്ഷത്രഗോളങ്ങൾ എങ്ങനെയാണ് അത്തിക്കായ്കൾ ഉതിർന്ന് ഭൂമിയിൽ വീഴുന്നത് പോലെ വീഴുന്നത്? ഇത് സാത്താന്റെ ദൂതഗണങ്ങളായിരിക്കാമെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. യെശയ്യാ 34:4 സമാനമായ ഒരു ദർശനം നമുക്ക് കാണാനും സാധിക്കും. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. ആത്മവിശ്രയിൽ അപ്പസ്തോലൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും അതീതമായിരിക്കും. അതുകൊണ്ട് ഓടാനുകൂടി നക്ഷത്രങ്ങൾ എത്തിക്കായ്കൾ ഉതിർന്ന് ഭൂമിയിൽ വീഴുന്നത് പോലെ വീഴുന്നത് അപ്പസ്തോലൻ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അങ്കമാന നാശം അപ്പസ്തോലൻ കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്ന്
പത്രോസ് അപ്പോസ്തലൻ തന്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസമോ കല്ലനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ലോകാവസാനത്തെക്കുറിച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് വായിക്കാം. മത്തായി 24:29. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇടകി പോകും. അന്ന് കർത്താവ് തന്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തിയ സംഭവങ്ങൾ ഇന്ന് ദർശനങ്ങളിലൂടെ യോഹന്നാൻ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുകയാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറുകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിലിരിക്കുന്നതിന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. യഹോവയുടെയും കുഞ്ഞാടിന്റെയും കോപദിവസം വന്നിരിക്കുന്നു. ഒരു മനുഷ്യനും പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത വിധം ഭീകരവും ഭയാനകവുമായ അവസ്ഥ. ഭൂമിയിലെ സകല രാജാക്കന്മാരും, അതായത് ഭരണതലത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽപ്പെട്ടവർ, മഹത്തുക്കൾ അഥവാ ഭരണ നിർവഹണ നിരയിലെ ശ്രേഷ്ഠന്മാർ, സൈന്യാധിപന്മാർ, ധനവാന്മാർ അല്ലെങ്കിൽ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കൈയടക്കി വെച്ചിരുന്നവർ, ബലവാന്മാർ, സകല ദാസന്മാർ, അതായത് എല്ലാ തുറകളിലും ജോലി ചെയ്യുന്നവർ, കൂലിക്കാർ, വേലക്കാർ, സ്വതന്ത്രന്മാർ എന്ന് വെച്ചാൽ മേൽപ്പറഞ്ഞ കൂട്ടരിലൊന്നും പെടാത്ത ബാക്കി എല്ലാ മനുഷ്യരും, ഇങ്ങനെ സകല മനുഷ്യരും പരിഭ്രാന്തരായി ഗുഹകളിലും മലപ്പാറുകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ കൊണ്ടും ഞങ്ങളെ മറപ്പിൻ എന്ന് കേട് നിലവിളിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. യെശയ്യാ 24:17 മുതൽ 20 വരെ വാക്യങ്ങൾ. ഭൂവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടിപട പൊട്ടുന്നു, ഭൂമി കെറുകട കയറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മഹാക്രോധാഗ്നിയിൽ പ്രപഞ്ചം ജ്വലിച്ചമരുകയാണ്. കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ച് യോഹന്നാൻ അപ്പോസ്തലന് പ്രദർശിപ്പിച്ച ഈ ദർശനത്തോടെ വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ബറോവയിലെ വിശ്വാസികളെ പോലെ നാം കേൾക്കുന്ന വചനം അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് അറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും വേഗം വരുന്നതിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.